ओम शांति शांति ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा।
दुलारे, ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. ബാബ ഇന്നലെ സംഗമയുഗത്തിലെ സമയം എത്ര വിലപിടിപ്പ ഉള്ളതാണെന്നും അതുപോലെ പഠിപ്പിലൂടെ നമ്മുടെ മംഗളമുണ്ടാകും, ഉയർന്ന പദവി പ്രാപ്തമാക്കും എന്ന് പറഞ്ഞു തന്നു. ഇന്ന് ബാബ സംഗമയുഗത്തിലെ നമ്മുടെ പുരുഷാർത്ഥി ജീവിതത്തിൽ ഒരു കുതിച്ചുചാട്ടം എങ്ങനെയാണ് ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നത്തെ ഡേറ്റ് 28/6/2025. मीठे बच्चे अपनी उन्नति के लिए रोज़ रात को सोने के पहले अपना पोता मेल देखो, चेक करो हमने सारे दिन में कोई को दुख तो नहीं दिया. മധുരമായ കുട്ടികളെ, സ്വയമിൻ്റെ ഉന്നതിയിലേക്ക് വേണ്ടി ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപായി തൻ്റെ ചാർട്ട് നോക്കൂ. സ്വയമിൻ്റെ ഉന്നതിയിലേക്ക് വേണ്ടി ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപായി സ്വയമിൻ്റെ ചാർട്ട് നോക്കൂ. ചെക്ക് ചെയ്യൂ, മുഴുവൻ ദിവസവും ഞാൻ ആർക്കും ദുഃഖം നൽകിയിട്ടില്ലല്ലോ. ചെക്ക് ചെയ്യൂ, മുഴുവൻ ദിവസവും ആർക്കും ദുഃഖം നൽകിയിട്ടില്ലല്ലോ. प्रश्न: महान सौभाग्यशाली बच्चों में कौन सी बहादुरी होगी? മഹാൻ സൗഭാഗ്യശാലിയായ കുട്ടികളിൽ ഏത് ധൈര്യം അഥവാ ധീരതയാണ് ഉണ്ടായിരിക്കുക? മഹാൻ സൗഭാഗ്യശാലിയായ കുട്ടികളിൽ ഏത് ധീരതയാണ് ഉണ്ടായിരിക്കുക? जो महान सौभाग्यशाली है वह स्त्री पुरुष साथ में रहते भाई भाई होकर रहेंगे. ആരാണ് മഹാൻ സൗഭാഗ്യശാലിയായിട്ടുള്ളവർ? അവർ സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചിരുന്നിട്ടും ഭായ് അതായത് സഹോദരരായി തന്നെ ഇരിക്കും. ആരാണ് മഹാൻ സൗഭാഗ്യശാലികളായിട്ടുള്ള കുട്ടികൾ? അവർ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചിരിക്കുകയാണെങ്കിലും സഹോദരന്മാരായിട്ട് ഇരിക്കും. സ്ത്രീ പുരുഷ കാ ഭാൻ നഹി ഹോഗ. സ്ത്രീ പുരുഷ ബോധമുണ്ടായിരിക്കുകയില്ല.
പക്കേ നിശ്ചയബുദ്ധി ഹോങ്കെ. ഉറച്ച നിശ്ചയബുദ്ധിയുള്ളവരായിരിക്കും. ഉറച്ച നിശ്ചയബുദ്ധിയുള്ളവരായിരിക്കും. महान सौभाग्यशाली बच्चे झट समझ जाते हैं हम भी स्टूडेंट, ये भी स्टूडेंट, भाई बहन हो गए. लेकिन यह बहादुरी चल तब सकती है जब अपने को आत्मा समझे. മഹത്തായ സൗഭാഗ്യശാലി കുട്ടികൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. ഞങ്ങളും വിദ്യാർത്ഥികളാണ്, ഇവരും വിദ്യാർത്ഥികളാണ്. ഞങ്ങളും വിദ്യാർത്ഥികൾ, ഇവരും വിദ്യാർത്ഥികളാണ്. അങ്ങനെ സഹോദരി സഹോദരന്മാരായി തീർന്നു. പക്ഷേ എപ്പോഴാണ് സ്വയമിനെ ആത്മാവെന്ന് മനസ്സിലാക്കുന്നത്? അപ്പോഴാണ് ഈ ധീരത കൊണ്ടുപോകാൻ സാധിക്കുക. ഇപ്പോൾ മഹാൻ സൗഭാഗ്യശാലി കുട്ടികളിൽ ഏത് ധൈര്യമാണ് ഉണ്ടായിരിക്കുകയെന്ന് ബാബ ചോദിച്ചു. മഹാൻ സൗഭാഗ്യശാലി കുട്ടികൾ സ്ത്രീപുരുഷന്മാരവർ ഒന്നിച്ചിരിക്കുകയാണെങ്കിലും അവരെന്താണ്? സഹോദരന്മാരാണ്. അതായിട്ട് ഇരിക്കും. സഹോദരന്മാരായിട്ട് തന്നെ ഇരിക്കും. സ്ത്രീ പുരുഷൻ എന്നുള്ള ബോധം അവർക്ക് ഉണ്ടാവുകയില്ല. വളരെ ഉറച്ച ഒരു നിശ്ചയബുദ്ധി ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ അവർ മനസ്സിലാക്കും, അതായത് ഞങ്ങളും വിദ്യാർത്ഥികളാണ്, അവരും വിദ്യാർത്ഥികൾ തന്നെയാണ്, പരസ്പരം സഹോദരന്മാരായി തീർന്നു. പക്ഷേ ഈ ഒരു ധീരത അഥവാ ധൈര്യം എപ്പോഴാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? സ്വയമിനെ ആത്മാവാണെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രം. ഗീത് മുഖ്ഡാ ദേഖ്ലെ പ്രാണി. മുഖം നോക്കൂ മനുഷ്യ. ओम शांति. ये बात रोज़ बाप बच्चों को समझाते हैं कि सोने के समय अपना पोता मेल अंदर देखो कि किसको दुख तो नहीं दिया और कितना समय बाप को याद किया. ഈ കാര്യം ദിവസവും ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. അതായത് ഉറങ്ങുന്ന സമയത്തിന് മുമ്പായിട്ട് സ്വയമിൻ്റെ ചാർട്ട് നമ്മൾ ചെക്ക് ചെയ്യും. അതായത് ആർക്കെങ്കിലും ദുഃഖം നൽകിയിട്ടുണ്ടോ, ആ മുഴുവൻ ദിവസവും ആർക്കെങ്കിലും ദിവസത്തിൽ ഏതെങ്കിലും സമയം ആർക്കെങ്കിലും ദുഃഖം നൽകിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. मूल बात यह है, गीत में भी कहते हैं अपने अंदर देखो हम कितना तमो प्रधान से सदो प्रधान बने हैं. അപ്പോൾ പ്രധാനമായിട്ടുള്ള കാര്യം ഇതാണ്. അപ്പോൾ ഗീതത്തിലും കൂടി ഇങ്ങനെ പറയുന്നു, അതായത് സ്വയമിൻ്റെ ഉള്ളിൽ നോക്കാൻ വേണ്ടിയിട്ട്. അതായത് എത്ര നമ്മൾ തമോപ്രധാനത്തിൽ നിന്നും എത്രമാത്രം നമ്മൾ സദോപ്രധാനികളായി മാറി എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. സാരേ ദിൻ മേം കിത്തനാ സമയം യാദ് കിയ അപ്നെ മീഠേ ബാപ് കോ. മുഴുവൻ ദിവസവും നമ്മൾ എത്ര സമയം നമ്മുടെ മധുരമായ അച്ഛനെ ഓർത്തു എന്നുള്ള കാര്യം കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. कोई भी देहधारी को याद नहीं करना है. सभी आत्माओं को कहा जाता है अपने बाप को याद करो. യാതൊരു ദേഹധാരിയെയും നമ്മൾ ഓർമ്മിക്കരുത്. എന്ത് ചെയ്യണം? നമ്മൾ എല്ലാ ആത്മാക്കളോടും ഇങ്ങനെ പറയുന്നു, അതായത് സ്വയമിൻ്റെ അച്ഛനെ ഓർമ്മിക്കുമെന്ന്. അബ് വാപ്പസ് ജാനാ ഹേ, കഹാ ജാനാ ഹേ. ഇപ്പോൾ നമുക്ക് തിരിച്ചു പോകേണ്ട സമയമാണ്. തിരിച്ചു പോകണം. എവിടെയാണ് നമ്മൾ പോകേണ്ടതെന്ന് ബാബ ചോദിക്കുകയാണ്. शांतिधाम होकर नई दुनिया में जाना है. ये तो पुरानी दुनिया है ना. ശാന്തിധാമത്തിലേക്ക് പോയി പിന്നീട്
സുഖധാമത്തിലേക്ക്, അതായത് പുതിയ ലോകത്തിലേക്ക് നമുക്ക് വരണം. ഇത് ഏത് ലോകമാണ്? പഴയ ലോകമാണ്. ജബ് ബാപ് ആയേ തബ് സ്വർഗ് കെ ദ്വാർ ഖുലെ, അഭി തും ബച്ചെ ജാൻതേ ഹോ ഹം സംഗം യുഗ് പർ ബൈഠേ ഹെ. എപ്പോഴാണ് ബാബ വരുന്നത്? അപ്പോഴാണ് സ്വർഗത്തിൻ്റെ വാതിൽ കൂടി തുറക്കപ്പെടുക. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു നമ്മൾ സംഗമയുഗത്തിലാണ് ഇരുന്നിരിക്കുന്നത്. യഹ് ബി വണ്ടർ ഹേ ജോ സംഗം യുഗ് പർ ആക്കർ സ്റ്റീമർ മേ ബൈഠ്കർ ഫിർ ഉത്തർ ജാത്തേ ഹെ. ഇതും കൂടി എന്താണ്? ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ സംഗമയുഗത്തിൽ പോയിട്ട് അവിടെ വന്നിട്ട് നമ്മൾ നാവികക്കപ്പലിലൊക്കെ ഇരുന്നതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്നു. അബ് തും സംഗം യുഗ് പർ പുരുഷോത്തം ബന്നെ കെ ലിയെ ആക്കർ നാവ് മേ ബൈഠേ ഹോ പാർ ജാനെ കെ ലിയെ. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗത്തിൽ പുരുഷോത്തമരാകാൻ വേണ്ടിയിട്ട് വരികയാണ്. വന്നിട്ട് നമ്മൾ തോണിയിലിരിക്കുകയാണ്, മറുകര എത്താൻ വേണ്ടി, നീന്തിക്കടന്ന് എത്താൻ വേണ്ടിയിട്ട്, തുഴഞ്ഞ് എത്താൻ വേണ്ടിയിട്ട്. ഫിർ പുരാനി കലിയുഗ് കി ദുനിയാ സെ ദിൽ ഉഠാ ലേനി ഹോത്തി ഹെ. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? പഴയ കലിയുഗത്തിലെ ആ കലിയുഗ ലോകത്തിൽ നിന്ന് നമ്മുടെ ഹൃദയം, അവിടെ നിന്ന് നമ്മുടെ മനസ്സ് മാറ്റി വയ്ക്കണം. ഇസ് ശരീർ ദ്വാരാ സിർഫ് പാട്ട് ബച്ചാനാ ഹോത്താ ഹെ, അഭി ഹംകോ വാപ്പസ് ജാനാ ഹെ ബഡി ഖുഷി സെ. ഈ ശരീരത്തിലൂടെ നമ്മൾ കേവലം പാർട്ട് അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾക്ക് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് വീട്ടിലേക്ക് പോകണം. മനുഷ്യ മുക്തി കെ ലിയെ കിത്തനാ മാഥാക് മാർത്തേ ഹെ, പരന്തു മുക്തി ജീവൻ മുക്തി കാ അർത്ഥ നഹി സമജ്തേ ഹെ. മനുഷ്യർ മുക്തിയിലേക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ടുകളൊക്കെയാണ് അനുഭവിക്കുന്നത്, സഹിക്കേണ്ടി വരുന്നത്. പക്ഷേ മുക്തി, ജീവൻ മുക്തി എന്നതിൻ്റെ അർത്ഥം ആരും മനസ്സിലാക്കുന്നില്ല. शास्त्रों के अक्षर सिर्फ सुने हुए हैं, शास्त्रों के अक्षर सिर्फ सुने हुए हैं, परंतु यह क्या चीज़ है, कौन देते हैं, कब देते हैं, यह कुछ भी पता नहीं. ശാസ്ത്രങ്ങളിൽ നമ്മൾ കേവലം അക്ഷരങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത് എന്ത് കാര്യമാണ്, ആരാണ് നൽകുന്നത്, എപ്പോഴാണ് നൽകുന്നത്, ഇതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയുകയില്ല. തും ബച്ചെ ജാൻതേ ഹോ ബാബ ആത്തേ ഹേ മുക്തി ജീവൻ മുക്തി കാ വർഷ ദേനെ കെ ലിയെ. നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു ബാബ വരുന്നത് എന്തിനാണ്? മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സ്വത്ത് നമുക്ക് നൽകാൻ വേണ്ടിയിട്ട്. വഹ് ബി കോയി ഏക് ബാർ തോടെ ഹി അനേക് ബാർ, ബേ അന്ത് ബാർ തും മുക്തി സെ ജീവൻ മുക്തി ഫിർ ജീവൻ ബന്ധ് മേ ആയോ. അത് ഒരു പ്രാവശ്യം മാത്രമല്ല, അനേക പ്രാവശ്യം വന്നിട്ടുണ്ട്. അതായത് അത്രയും അന്ത്യമില്ല അതിന്. അതായത് അത്രയും പ്രാവശ്യം നിങ്ങൾ മുക്തിയിൽ നിന്ന് ജീവൻ മുക്തി, പിന്നെ അതായത് ജീവിത ബന്ധനത്തിലേക്ക് പിന്നീട് വന്നിട്ടുണ്ട്. तुम्हें कभी यह समझ पड़ी है कि हम आत्मा है, बाबा हम बच्चों को शिक्षा बहुत देते हैं. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിരിക്കുന്നു. അതായത് നമ്മൾ ആത്മാക്കളാണ്, ബാബ നമ്മൾ കുട്ടികൾക്ക് ധാരാളം ശിക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്. തും ഭക്തി മാർഗ്മേം ദുഃഖമേം യാദ് കർത്തേ ഥേ പരന്തു പെഹ്ചാൻതേ നഹീ ഥേ. ഭക്തിമാർഗത്തിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പറയുമായിരുന്നു, പക്ഷേ നമ്മൾ ദുഃഖത്തിൻ്റെ സമയത്ത് നമ്മൾ ഓർമ്മിക്കുമായിരുന്നു, പക്ഷേ നമ്മൾ യഥാർത്ഥ ഭഗവാനെ തിരിച്ചറിഞ്ഞിരുന്നില്ല. अभी मैंने तुमको अपनी पहचान दी है कि कैसे मुझे याद करो तो तुम्हारे विकर्म विनाश होंगे. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ആ ഒരു തിരിച്ചറിവ് ഞാൻ നൽകിയിട്ടുണ്ട്. അതായത് ഏത് തരത്തിലാണ് എന്നെ ഓർമ്മിക്കേണ്ടത്, അങ്ങനെ എങ്ങനെ ഓർമ്മിച്ചാലാണ് നിങ്ങളുടെ വികർമ്മങ്ങളെല്ലാം വിനാശമായി തീരുന്നത്. अभी तक कितने विकर्म हुए हैं वह अपना पोता मेल रखने से पता पड़ेगा. ഇപ്പോൾ വരേക്കും എത്ര വികർമ്മമാണ് ഉണ്ടായിരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് ചാർട്ട് വെക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. जो सर्विस में लगे रहते हैं उनको पता पड़ता है, बच्चों को सर्विस का शौक होता है. സേവനത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും, അതായത് കുട്ടികൾക്ക് എത്ര മാത്രം ലഹരിയാണ്, അഭിരുചിയാണ് അതിനോട് ഉണ്ടായിരിക്കുക എന്നത്. आपस में मिलकर राय कर लेते हैं सर्विस पर മനുഷ്യോം കാ ജീവൻ ഹീരെ ജൈസ ബനാന. പരസ്പരം അവർ കണ്ടുമുട്ടുകയൊക്കെ ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ പങ്കിടും. അതായത് മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണ് വജ്രസമാനമാക്കി മാറ്റുക എന്നുള്ള കാര്യം.
യഹ് കിത്തന പുണ്യ കാ കാര്യ ഹെ, ഇതെത്ര പുണ്യകാര്യമാണ്. അതായത് പരസ്പരം കണ്ടുമുട്ടി സേവനത്തിനുള്ള പുതിയ പദ്ധതികളൊക്കെ ഉണ്ടാക്കുക, മനുഷ്യരുടെ ജീവിതം വജ്രസമാനമാക്കി മാറ്റുക. ബാബ പറയുകയാണ് ഇതെത്ര വലിയ പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇസ്മേം ഖർച്ചെ ആദി കി ഭി കോയി ബാത് നഹി, ഇതിൽ യാതൊരു ചിലവും വരുന്നില്ല. വജ്രസമാനമാക്കി മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ചിലവ് വരുന്നുണ്ടോ? ഇല്ല, ഒരു ചിലവുമില്ല. സിർഫ് ഹീരെ ജൈസ ബന്നെ കെ ലിയെ ബാപ് കോ യാദ് കർണ ഹെ, കേവലം ഒരേ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്, വജ്രസമാനമായി മാറാൻ വേണ്ടി നമ്മൾ ബാബയെ ഓർമ്മിക്കണം. പുഖ്രാജ് പരി സബ്ജ് പരി ഭി ജോ നാം ഹെ വഹ് തും ഹോ, ജിത്തനാ ആത്മയം रहेंगे ഉത്നാ ഹീര ജൈസ ബൻ ജായെങ്കെ. അതായത് പുഷ്യരാഗം, അതായത് മഞ്ഞ നിറത്തിലുള്ള മാലാഖകൾ, പച്ച നിറത്തിൽ വർണ്ണത്തിലുള്ള മാലാഖ, ഇതെല്ലാം നിങ്ങൾ തന്നെയാണ്. എത്രത്തോളം നമ്മൾ ഓർമ്മിക്കുന്നു അത്രത്തോളം എന്താകും, നമ്മൾ വജ്രസമാനമായി മാറും. കോയി മാണിക് ജൈസ കോയി പുഖ്രാജ് ജൈസ ബനെങ്കെ, ചിലർ മാണിക്യം പോലെ, ചിലർ പുഷ്യരാഗം പോലെ അങ്ങനെ ആയിത്തീരും. നവരത്ന ഹോത്തെ ഹേ നാ, കോയി ഗ്രഹചാരി ഹോത്തി ഹേ तो 9 रत्न की अंगूठी पहनते हैं. ഗ്രഹപ്പിഴലൊക്കെ വിശ്വസിക്കുന്നവർ, ഗ്രഹചാരികൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? അവർ 9 നവരത്നത്തിൻ്റെ മോതിരമൊക്കെ വിരലിലണിയും. ഭക്തി मार्ग में बहुत टोटका देते हैं, यहाँ तो सब धर्म वालों के लिए एक ही टोटका है, मनमना भव, क्योंकि गॉड इज वन. ഭക്തിമാർഗത്തിൽ വളരെയധികം നമ്മൾ തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെ ജ്ഞാനമാർഗത്തിൽ വരുമ്പോൾ എന്താണ്, എല്ലാ ധർമ്മത്തിലുള്ളവർക്കും ഒരേ ഒരു തന്ത്രവിദ്യയാണ് ലഭിക്കുന്നത്. അതായത് മന്മനാഭവ എന്നുള്ള ആ ഒരു മന്ത്രം, അതായത് ദൈവം എന്നത് ഒന്നേ ഉള്ളൂ. മനുഷ്യ സെ ദേവത ബന്നെ വ മുക്തി ജീവൻ മുക്തി പാനെ കി തദ്ബീർ ഏക് ഹി ഹൈ, സിർഫ് ബാപ് കോ യാദ് കർണ തക്ലീഫ് കി കോയി ബാത് നഹി. മനുഷ്യരിൽ നിന്ന് ദേവതകളായി മാറുക അഥവാ ജീവൻ മുക്തി, മുക്തി ജീവൻ മുക്തി പ്രാപിക്കാനുള്ള ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്, ഒരേ ഒരു കാര്യം മാത്രമാണ്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതായത് ഭഗവാനെ ഓർമ്മിക്കുക എന്നുള്ള കാര്യം. അതിൽ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് നേരിടേണ്ടി വരികയില്ല. സോച്നാ ചാഹിയെ മുझे യാദ് ക്യൂം नहीं ठहरती, സാരേ ദിൻ മേം ഇത്നാ തോടാ ക്യൂം യാദ് കിയ. ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് നമ്മളിങ്ങനെ ആലോചിക്കണം, അതായത് ഓർമ്മ എന്തുകൊണ്ട് സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, മുഴുവൻ ദിവസവും ഇത്രയും കുറച്ച് ഓർമ്മ എന്തുകൊണ്ട് ചെയ്തു, ബാഗ്ബയെ കുറച്ച് മാത്രം എന്തുകൊണ്ട് ഓർമ്മിച്ചു, മുഴുവൻ സമയവും അതായത് നിരന്തരമായിട്ടുള്ള ഓർമ്മ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ജബ് ഇസ് യാദ് സെ हम एवर हेल्थी निरोगी बनेंगे तो क्यों न अपना चार्ट रख उन्नति को पाए. ഏതുവരയ്ക്കും ഈ ഓർമ്മയിലൂടെ നമ്മൾ സദാകാലത്തേക്ക് ആരോഗ്യവാൻ നിരോഗിയായിത്തീരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഒരു ചാർട്ടൊക്കെ വെച്ചിട്ട്, സ്വയമിൻ്റെ ചാർട്ട് വെച്ച് ആ ഉന്നതി എന്തുകൊണ്ട് പ്രാപിച്ചുകൂടാ. ബഹോത് ഹേ ജോ 2-4 रोज़ चार्ट रख कर भूल जाते हैं, कोई को भी समझाना बहुत सहज होता है. नई दुनिया को सत्युग और पुरानी को कलयुग कहा जाता है. കുറേ പേരുണ്ട്, അതായത് 2-4 പ്രാവശ്യമൊക്കെ ചാർട്ട് വെച്ചിട്ട് പിന്നീട് മറന്നു പോകുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. नई दुनिया को सत्युग और पुरानी को कलयुग कहा जाता है, कलयुग बदल सत्युग होगा, बदली होता है तब हम समझा रहे हैं. അപ്പോൾ പുതിയ ലോകത്തെ സത്യുഗമെന്നും പഴയ ലോകത്തെ കലിയുഗമെന്നും പറയുന്നു. കലിയുഗം പരിവർത്തനമായതിനു ശേഷം സത്യുഗം ഉണ്ടാകുന്നു. എപ്പോഴാണോ ഈ ചേഞ്ച് ഉണ്ടാകുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. कई बच्चों को यह भी पक्का निश्चय नहीं है कि यह वही निराकार बाप हमें ब्रह्मा तन में आकर പഠാ रहे हैं. ചില കുട്ടികൾക്ക് ഈ ഒരു ഉറച്ച നിശ്ചയം കൂടി ഉണ്ടായിരിക്കുകയില്ല. അതായത് അതേ നിരാകാരിയായിട്ടുള്ള അച്ഛനാണ് ഈ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം. അരേ ബ്രാഹ്മൺ ഹേണ
ब्रह्मा कुमार कुमारियाँ कहलाते हैं. उसका अर्थ ही क्या है? वर्षा कहाँ से मिलेगा? അതായത് നമ്മൾ ബ്രാഹ്മണരാണ്, ബ്രഹ്മകുമാർ കുമാരിമാർ എന്നാണ് നമ്മളെ വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? സ്വത്ത് എവിടെ നിന്നാണ് ലഭിക്കുക? അഡോപ്ഷൻ തബ് ഹോത്തി ഹെ ജബ് കുച്ച് പ്രാപ്തി ഹോത്തി ഹെ. എന്തെങ്കിലും ഒരു പ്രാപ്തി നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ അഡോപ്ഷൻ ഉണ്ടാവുക, ദത്തെടുക്കുക. तुम ब्रह्मा के बच्चे ब्रह्मा कुमार कुमारी क्यों बने हो? सचमुच बने हो या इसमें भी कोई को संशय हो पड़ता है? നിങ്ങൾ ബ്രഹ്മാവിൻ്റെ കുട്ടികൾ ബ്രഹ്മകുമാരി കുമാരന്മാർ എങ്ങനെയാണ് ആയത്? എന്തുകൊണ്ടാണ് ആയത്? യഥാർത്ഥത്തിൽ നിങ്ങളായിട്ടുണ്ടോ അഥവാ ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രഹ്മകുമാരി കുമാരന്മാരായത്? ഇതിലെന്തെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങളായിട്ടുണ്ടോ അഥവാ എന്തെങ്കിലും സംശയം ഇതിൽ ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നു. जो महान सौभाग्यशाली बच्चे हैं वह स्त्री पुरुष साथ में रहते भाई भाई होकर रहेंगे. മഹാനായിട്ടുള്ള സൗഭാഗ്യശാലിയായിട്ടുള്ള കുട്ടികൾ സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചിരിക്കുകയാണെങ്കിലും അവർ പരസ്പരം സഹോദര സഹോദരന്മാരായിട്ടാണ് ഇരിക്കുക. स्त्री पुरुष का भान नहीं होगा, पक्के निश्चय बुद्धि नहीं है तो स्त्री पुरुष की दृष्टि बदलने में भी टाइम लगता है. സ്ത്രീ പുരുഷ ബോധം അവർക്കുണ്ടാവുകയില്ല. അപ്പോൾ അവർക്ക് ഉറച്ച ഒരു നിശ്ചയബുദ്ധി ഉണ്ടായിട്ടില്ലെങ്കിൽ അവരുടെ ആ ഒരു ദൃഷ്ടി മാറുന്നതിൽ എന്താണ് സമയമെടുക്കും. महान सौभाग्यशाली बच्चे चट समझ जाते हैं हम भी स्टूडेंट यह भी स्टूडेंट भाई बहन हो गए. മഹാനായിട്ടുള്ള സൗഭാഗ്യശാലിയായിട്ടുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ അവർ മനസ്സിലാക്കും. അതായത് ഞാനും വിദ്യാർത്ഥി, ഞങ്ങളും വിദ്യാർത്ഥികളാണ്, അവരും വിദ്യാർത്ഥികളാണ്, നമ്മൾ പരസ്പരം ആരായി മാറിയിരിക്കുന്നു? സഹോദരി സഹോദരന്മാരായിട്ട് മാറിയിരിക്കുന്നു. फिर ब्रह्मा कुमार कुमारियाँ बनने से भाई बहन हो जाते हैं. आत्माएं तो सब भाई भाई है. फिर ब्रह्मा कुमार कुमारियाँ बनने से ഭായ് ബഹൻ ഹോ ജാത്തെ. ആത്മാക്കൾ പരസ്പരം ആരാണ്? സഹോദര സഹോദരന്മാരാണ്. പിന്നീട് ബ്രഹ്മകുമാരിമാരൊക്കെ ആയി തീർന്നതിന് ശേഷം പരസ്പരം സഹോദരി സഹോദരന്മാരാകുന്നു. യഹ ബഹാദുരി ചൽ തബ് സക്തി ഹെ ജബ് അപ്നെ കോ ആത്മാ സമझे. ഈ ഒരു ധീരത എപ്പോഴാണ് മുന്നോട്ടുണ്ടാവുക, കൊണ്ടുപോകാൻ സാധിക്കുക? എപ്പോഴാണ് സ്വയമിനെ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നത്? അപ്പോഴാണ് ഈ ഒരു ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. कोई तो बंधन मुक्त भी है तो भी कुछ न कुछ बुद्धि जाती है. ചിലർ ബന്ധനമുക്തരാണ്, പക്ഷെ എന്നാൽ കൂടി എന്ത് സംഭവിക്കുന്നു? കുറച്ചൊക്കെ ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലയുന്നു. कर्मातीत अवस्था होने में टाइम लगता है. तुम बच्चों के अंदर बहुत खुशी रहनी चाहिए. കർമാതീത അവസ്ഥ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കുന്നു. നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കണം. कोई भी झंझट नहीं, हम आत्माएं अब बाबा के पास जाती है पुराने शरीर आदि सब छोड़कर. അതായത് അതിൽ യാതൊരു പ്രശ്നവും യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. കാരണം നമ്മൾ ആത്മാക്കൾ ബാബയുടെ അടുത്തേക്ക് പോവുകയാണ് ഈ പഴയ ശരീരം എല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ട്. हमने कितना पार्ट बजाया है, अब चक्र पूरा होता है. നമ്മൾ എത്ര പാർട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്? ഇപ്പോൾ ചക്രം പൂർണ്ണമായിരിക്കുകയാണ്. ऐसे ऐसे अपने साथ बातें करनी होती है. जितना बात करते रहेंगे उतना हर्षित भी रहेंगे और अपनी चलन को देखते रहेंगे. എത്രത്തോളം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അത്രത്തോളം നമ്മൾ ഹർഷിതരായിട്ട് ഇരിക്കും. അതുപോലെ തന്നെ സ്വയമിൻ്റെ നടപ്പ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. എന്തൊക്കെയാണ് നോക്കുന്നത്? കഹാം തക് ഹം ലക്ഷ്മി നാരായൺ കോ വർണ്ണേ ലായക് ബനെ ഹെ. എത്രത്തോളം നമ്മൾ ഏതുവരേക്കും നമ്മൾ ലക്ഷ്മി നാരായണനെ വരിക്കാൻ നമ്മൾ യോഗ്യരായിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കും. ബുദ്ധി സെ സമझा जाता है अभी थोड़े से समय में पुराना शरीर छोड़ना है. ബുദ്ധിയിലൂടെ ഇങ്ങനെ മനസ്സിലാക്കും. അതായത് ഇനി കുറച്ച് സമയമുള്ളൂ നമ്മൾ ഇപ്പോഴും പഴയ ശരീരമൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. തും ആക്ടേഴ്സ് ബി ഹോന അപ്നെ കോ ആക്ടേഴ്സ് സമജ്തേ ഹോ. നിങ്ങളാരാണ്? അഭിനേതാക്കളാണ്.
സ്വയമിനെ നമ്മൾ അഭിനേതാവാണെന്ന് മനസ്സിലാക്കുന്നു. आगे नहीं समझते थे, अभी यह नॉलेज मिली है तो अंदर में खुशी बहुत रहनी चाहिए. അതായത് മുൻപൊന്നും നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ആ ജ്ഞാനം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഉള്ളിൽ വളരെയധികം നമുക്ക് സന്തോഷമുണ്ടായിരിക്കണം. പുരാനി ദുനിയാസെ വൈരാഗ്യ നഫ്രത്താനി ചാഹിയെ. ബാബ പറയുന്നത് എന്താണ്? പഴയ ലോകത്തോട് വൈരാഗ്യമുണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ വെറുപ്പും ഉണ്ടായിരിക്കണം. തും ബേഹദ് കെ സന്യാസി രാജയോഗി ഹോ. ഇസ് പുരാനെ ശരീർ കാ ഭി ബുദ്ധി സെ സന്യാസ് കർണ ഹെ. നിങ്ങൾ പരിധിയില്ലാത്ത സന്യാസിയാണ്, രാജയോഗികളാണ്. ഈ പഴയ ശരീരത്തോട് നമ്മൾ ബുദ്ധിയിൽ നിന്ന് നമ്മൾ സന്യാസം ചെയ്യണം. ആത്മാ സമജ്തി ഹേ ഇൻസെ ബുദ്ധി നെഹി ലഗാനി ഹെ. ആത്മാവ് മനസ്സിലാക്കുന്നു, അതായത് ഇതിനോട് ബുദ്ധി വയ്ക്കരുതെന്ന്. ബുദ്ധി സെ ഇസ് പുരാനി ദുനിയ പുരാനെ ശരീർ കാ സന്യാസ് കിയാ ഹെ. നമ്മൾ ബുദ്ധിയിൽ നിന്ന് തന്നെ ഈ പഴയ ലോകം, പഴയ ശരീരം ഇതിൻ്റെ സന്യാസം ചെയ്തിട്ടുണ്ട്. അഭി ഹം ആത്മായും ജാതി ഹേ ജാക്കർ ബാപ് സെ മിലേങ്കെ. ഇപ്പോൾ നമ്മൾ ആത്മാക്കൾ പോവുകയാണ്, പോയിട്ട് നമ്മൾ അച്ഛനെ കണ്ടുമുട്ടും. സോ ഭി തബ് ഹോഗ ജബ് ഏക് ബാപ് കോ യാദ് കരേങ്കെ. എപ്പോഴാണ് കണ്ടുമുട്ടുക? എപ്പോഴാണ് ഇതുണ്ടാകുന്നത്? എപ്പോഴാണ് നമ്മൾ അച്ഛനെ ഓർമ്മിക്കുക? ആ സമയത്താണ് നമ്മൾ കണ്ടുമുട്ടുക. और किसको याद किया तो स्मृति ज़रूर आएगी. फिर ससा भी खानी पड़ेगी और पद भी भ्रष्ट हो जाएगा. അപ്പോഴെന്താണ്? മറ്റുള്ളവരെയൊക്കെ ഓർമ്മിക്കുകയാണെങ്കിൽ നമ്മുടെ സ്മൃതി ആ ഭാഗത്തേക്ക് പോകും, വളരെയധികം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും, അവസാനം പശ്ചാത്തപിക്കേണ്ടി കൂടി വരുന്നു, പദവി ഭ്രഷ്ടമായിത്തീരുന്നു. जो अच्छे अच्छे स्टूडेंट होते हैं वह अपने साथ प्रतिज्ञा कर लेते हैं कि हम स्कॉलरशिप लेकर ही छोड़ेंगे. ആരാണ് നല്ല കുട്ടികളായിട്ടുള്ളത് ഉള്ളവർ? അവർ സ്വയമിനോടൊരു പ്രതിജ്ഞ എടുക്കും, ഒരു പ്രതിജ്ഞ എടുക്കും. അതായത് ഏത് പ്രതിജ്ഞയാണ്? ഞങ്ങൾ സ്കോളർഷിപ്പ് തീർച്ചയായിട്ടും എടുക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ എടുക്കും. तो यहाँ भी हर एक को यह ख्याल में रखना है कि हम बाप से पूरा राज्य भाग्य लेकर ही छोड़ेंगे. അതുപോലെ തന്നെ നമ്മൾ ചിന്ത വയ്ക്കണം, അതായത് നമ്മൾ ബാബയിൽ നിന്ന് പൂർണ്ണമായിട്ടും രാജ്യഭാഗ്യം എടുത്തിട്ടേ നമ്മൾ പോവുകയുള്ളൂ എന്നുള്ള ഒരു ലക്ഷ്യം, ഒരു ചിന്ത നമ്മൾ വയ്ക്കണം. उनकी फिर चलन भी ऐसे ही रहेंगी. आगे चल पुरुषार्थ करते करते गैलप करना है. അവരുടെ നടപ്പും കൂടി അങ്ങനെ ആയിരിക്കും മുന്നോട്ട് പോകുമ്പോൾ. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പുരുഷാർത്ഥം ചെയ്തിട്ട് ഒരു കുതിച്ചുചാട്ടം നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. വഹ് തബ് ഹോഗ ജബ് റോസ് ഷാം കോ അപ്നി അവസ്ഥ കോ ദേഖെങ്കെ. എപ്പോഴാണ് ആ കുതിച്ചുചാട്ടം ഉണ്ടാകുക? എപ്പോഴാണ് നമ്മൾ ദിവസവും ആ ഒരു വൈകുന്നേരം സന്ധ്യാസമയത്ത് നമ്മുടെ ചാർട്ട് നോക്കുമ്പോൾ. बाबा के पास समाचार तो हर एक का आता है ना. बाबा हर एक को समझ सकते हैं. किसको तो कह देते कि तुम्हारे में वह नहीं दिखाई पड़ता है. ബാബയുടെ അടുത്ത് എല്ലാവരുടെയും വിശേഷങ്ങൾ, എല്ലാവരുടെയും വർത്തമാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ബാബ ഓരോരുത്തരെയും ബാബയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലരോടിങ്ങനെ പറയുകയും ചെയ്യും, അതായത് നിങ്ങൾ അത് കാണപ്പെടുന്നില്ല എന്ന് പറയുകയും ചെയ്യും. യഹ് ലക്ഷ്മി നാരായൺ ബന്നെ ജൈസി ശക്കൽ ദിഖായി നഹി പഡ്തി. ഈ ലക്ഷ്മി നാരായണനാകാനുള്ള ആ ഒരു രൂപം എന്ത് ചെയ്യും? ആ ഒരു രൂപമൊന്നും നിങ്ങളിൽ കാണപ്പെടുന്നില്ലല്ലോ എന്ന് ബാബ പറയും. ചലൻ ഖാൻ പാൻ ആദി തോ ദേഖോ സർവീസ് കഹാം കർത്തേ ഹോ. നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ ആഹാര രീതികൾ എല്ലാം നോക്കൂ. സേവനം എത്ര വരെ ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി നോക്കൂ. ഫിർ ക്യാ ബനെങ്കെ, ഫിർ ദിൽമേം സമജ്തേ ഹേ ഹം കുച്ച് കർക്കെ ദിഖായേ. പിന്നീട് എന്താണ് ആയിത്തീരുക? നമ്മൾ ഹൃദയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കും, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കാണിക്കുമെന്ന്. ഇസ്മിം ഹർ ഏക്കോ ഇൻഡിപെൻഡൻറ്റ് അപ്നി തക്തീർ ഊഞ്ച് ബനാനെ കെ ലിയെ പഠനാ ഹെ. ഇതിൽ ഓരോരുത്തരും എന്ത് ചെയ്യണം? സ്വതന്ത്രരായിട്ട് തൻ്റെ ഭാഗ്യത്തെ ഉണർത്താൻ വേണ്ടിയിട്ട് പഠിക്കണം, ഉയർന്നതാക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. അഗർ ശ്രീമത് പർ नहीं चलते तो फिर इतना ऊंच पद नहीं पा सकेंगे.
അതായത് ഒരു പക്ഷേ നമ്മൾ ശ്രീമതത്തിലൂടെ നടക്കുന്നില്ല എങ്കിൽ ഇത്രയും വലിയൊരു ഉയർന്ന പദവി നമുക്ക് പ്രാപ്തമാക്കാൻ സാധിക്കുകയില്ല. अभी पास नहीं हुए तो कल्प कल्पांतर नहीं होंगे, तुमको सब साक्षात्कार होंगे, अब हम किस पद पाने के लायक है. അഥവാ നമ്മൾ പാസ് ആയിട്ടില്ല എങ്കിൽ കൽപ്പാന്തരവും നമ്മൾ പാസ്സാകുകയില്ല. നിങ്ങൾക്കെല്ലാം എന്തുണ്ടാകും? സാക്ഷാത്കാരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതായത് ഞങ്ങൾ ഈ പദവിയെ ആക്കാൻ വേണ്ടി നമ്മൾ യോഗ്യരായിട്ടുണ്ടോ എന്നുള്ള സാക്ഷാത്കാരം കൂടി ലഭിക്കും. अपने पद का भी साक्षात्कार करते रहेंगे. शुरू में भी साक्षात्कार करते थे, फिर बाबा सुनाने के लिए मना कर देते थे. അതായത് സ്വയമിൻ്റെ പദവിയുടെ ആ ഒരു സാക്ഷാത്കാരവും ചെയ്തുകൊണ്ടിരിക്കും. ആരംഭത്തിലൊക്കെ ധാരാളം സാക്ഷാത്കാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് കേൾപ്പിച്ചു തരാൻ വേണ്ടി ബാബ വിലക്കുമായിരുന്നു. കേൾപ്പിക്കുന്ന സമയത്ത് വിലക്കുമായിരുന്നു. പിച്ചാടി में सब पता पड़ेगा कि हम क्या बनेंगे फिर कुछ नहीं कर सकेंगे. അവസാന സമയത്ത് എല്ലാം നമുക്ക് മനസ്സിലാകും. നമ്മൾ ആരായിത്തീരും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാകും. പക്ഷെ ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കൽപ്പാന്തർ കി യ് ഹാലത്ത് ഹോ ജായേഗി. കൽപ്പാന്തരവും എന്താകും? ഈ ഒരു അവസ്ഥ തന്നെ ഉണ്ടാകും. ഡബിൾ സിർതാജ് ഡബിൾ രാജ്യഭാഗ്യ പാനി ഹി സക്കേങ്കെ. ഡബിൾ കിരീടം അതുപോലെ തന്നെ ഡബിൾ രാജ്യഭാഗ്യം നമുക്ക് പ്രാപിക്കാൻ സാധ്യമല്ല. अभी पुरुषार्थ करने की मार्जिन बहुत है. त्रेता के अंत तक 16,108 की बड़ी माला बननी है. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്യാനുള്ള മാർജിൻ ധാരാളമുണ്ട്. പുരുഷാർത്ഥം ചെയ്യാനുള്ള മാർഗം കൂടി ധാരാളമുണ്ട്. ത്രേതയുടെ അവസാനം വരെ, അതായത് 16,108 വലിയ ഒരു മാല ഉണ്ടാകേണ്ടതാണ്. യഹാം തും ആയേ ഹി ഹോ നർസെ നാരായൺ ബന്നേക്ക പുരുഷാർത്ഥ കർണെ. ഇവിടെ നമ്മൾ വരുന്നത് തന്നെ എന്തിനാണ്? നരനിൽ നിന്ന് നാരായണനാകാനുള്ള പുരുഷാർത്ഥം ചെയ്യാൻ വേണ്ടിയിട്ട്. ജബ് കം പദ് കാ സാക്ഷാത്കാർ ഹോഗാ തോ ഉസ് സമയ ജൈസെ നഫ്രത് ആനെ ലഗേഗി. എപ്പോഴാണ് കുറഞ്ഞ പദവിയുടെ സാക്ഷാത്കാരം ഉണ്ടാകുന്നത്? ആ സമയത്ത് നമ്മൾ എന്തുണ്ടാകും? വെറുപ്പുണ്ടാകും. മുഹ് നീച്ചെ ഹോ ജായേഗ, ഹംനെ തോ കുച്ച് ഭി പുരുഷാർത്ഥ നഹി കിയ. അതായത് ആ സമയത്ത് നമ്മുടെ മുഖം താണിരിക്കും, അതായത് താണുപോകും. അത്രയും ലജ്ജയോട് കൂടി ഇരിക്കും. അതായത് നമ്മൾ പുരുഷാർത്ഥമൊന്നും ചെയ്തിട്ടില്ലല്ലോ. बाबा ने कितना समझाया कि चार्ट रखो, यह करो. इसलिए बाबा कहते थे जो भी बच्चे आते हैं सबके ഫോട്ടോസ് ഹോ. അതായത് ബാബ നമുക്ക് എത്രത്തോളം മനസ്സിലാക്കി തരുന്നു. അതായത് സ്വയമിൻ്റെ ചാർട്ട് വയ്ക്കുമെന്ന്. അതുകൊണ്ട് ബാബ പറയുകയാണ് ഏതെല്ലാം കുട്ടികളുണ്ടോ ആ കുട്ടികളുടെ എല്ലാം ഫോട്ടോസ് എടുക്കുമെന്ന്. ഫൽ ഗ്രൂപ്പ് കാ ഹി ഇക്കട്ടാ ഫോട്ടോ ഹോ പാർട്ടിയാം ലേ ആത്തേ ഹോന. ഗ്രൂപ്പിൻ്റെ, അതായത് ഒരുമിച്ചുള്ള ഫോട്ടോ ഒക്കെ എടുക്കുമെന്ന് പറയുന്നു. പാർട്ടികളെ കൂടി കൊണ്ടുവരുന്നുണ്ടല്ലോ. ഫിർ ഉന്മേം ठेठ फिल्म आदि सब लगी हो. ധാരാളം ഫിലിമൊക്കെ അതിൽ ഉണ്ടാകും. ഫിർ ബാബ ബത്ലാത്തെ രഹെങ്കെ കോൺ ഗിരെ. എന്നിട്ട് ബാബ പറഞ്ഞു തരും, അതായത് ആരൊക്കെയാണ് വീണു പോയതെന്ന് പറഞ്ഞു തരും. ബാബാക്കെ പാസ് സമാചാർ തോ സബ് ആത്തെ ഹെ ബത്ലാത്തെ രഹെങ്കെ. ബാബയുടെ അടുത്ത് എല്ലാവരുടെയും വർത്തമാനങ്ങൾ വരും. ബാബ എന്ത് ചെയ്യും? പറഞ്ഞു തരികയും ചെയ്യും. കിത്നോം കോ മായ ഖീൻസ് ലേ ഗയി ഖത്തം ഹോ ഗയെ. എത്ര പേരെ മായ എന്ത് ചെയ്തു? മായയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയി. എല്ലാം സമാപ്തമായി. ബച്ചിയാം ഭി ബഹോത് ഗിർത്തി ഹെ. പെൺകുട്ടികൾ കൂടി ധാരാളം വീണു പോകാറുണ്ടെന്നാണ് ബാബ പറയുന്നത്. ഏകദം ദുർഗതി കോ പാലേത്തി ഹെ ബാത് മത് പൂച്ചോ ഇസ്ലേ ബാബ കഹത്തെ ഹെ ബച്ചെ ഖബർദാർ രഹോ. അപ്പോൾ എത്ര പേരാണ് വീണു പോകുന്നത്, ദുർഗതിയെ പ്രാപിക്കുന്നത്? അക്കാര്യമേ ചോദിക്കേണ്ട. അതുകൊണ്ട് ബാബ പറയുകയാണ് വളരെയധികം ശ്രദ്ധാലുക്കളായി ഇരിക്കണം. മായ കോയിന് കോയി രൂപ് ധർക്കർ പക്കടിലെത്തി. മായ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു രൂപം എടുത്തുകൊണ്ട് ഓരോരുത്തരെയും പിടിക്കുന്നു. കോയിക്കെ നാം രൂപ് കെ തരഫ് ദേക്കോ ഭി നഹി ഫൽ ഇൻ ആംഖോം സെ ദേഖ്തേ ഹോ പരന്തു ബുദ്ധി മേം ഏക് ബാപ് കി യാദ് ഹെ. ആരുടെയും നാമരൂപത്തിൻ്റെ ഭാഗത്തേക്ക് അങ്ങോട്ടേക്കൊന്നും നമ്മുടെ ദൃഷ്ടികൾ പോകരുത്. ഈ കണ്ണുകൾ കൊണ്ട് കണ്ടാലും ബുദ്ധി എന്ത് ചെയ്യണം? ഒരേ ഒരു ബാബയുടെ ഓർമ്മയിലാണ് ഉണ്ടായിരിക്കേണ്ടത്.
तीसरा नेत्र मिला है इसलिए कि बाप को ही देखो और याद करो, ദേഹാഭിമാൻ को छोड़ते जाओ. നമുക്ക് മൂന്നാമത്തെ നേത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബാബയെ തന്നെ ഓർമ്മിക്കണം, നോക്കൂ, അതുപോലെ ഓർമ്മിക്കണം. ദേഹാഭിമാനം നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ऐसे भी नहीं आंखें नीचे करके कोई से बात करनी है, ऐसा कमजोर नहीं बनना है. അതായത് ഇതിൻ്റെ അർത്ഥം ഇതല്ല. അതായത് നമ്മൾ കണ്ണുകൾ ആരുടെയും മുഖം നോക്കാതെ കണ്ണുകൾ താഴെ നോക്കി നമ്മൾ സംസാരിക്കണം എന്ന് അല്ല. അത്തരത്തിൽ നമ്മൾ ദുർബലരായിട്ട് മാറരുത്. ദേഖ്തേ ഹുവേ ബുദ്ധി കാ യോഗ് അപ്നെ ബിലവഡ് മാഷു കി തരഫ്. നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും കാണുന്നുണ്ടെങ്കിലും നമ്മുടെ ബുദ്ധിയോഗം ആരുടെ നേർക്കായിരിക്കണം? വളരെ അതിസ്നേഹിയായിട്ടുള്ള ബാബയുടെ നേരെയായിരിക്കണം, പ്രിയതമൻ്റെ നേരെയായിരിക്കണം. इस दुनिया को देखते हुए अंदर में समझते हैं यह तो ഖബ്രിസ്ഥാൻ होना है, इनसे क्या कनेक्शन रहेंगे. ഈ ലോകത്തെ കണ്ടുകൊണ്ടും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരിക്കണം. അതായത് ഇതെല്ലാം ശ്മശാനം ആയിത്തീരേണ്ടതാണ്. ഇതിനോട് എന്ത് കണക്ഷനാണ് വെക്കേണ്ടത്? തുംകോ ജ്ഞാൻ മിൽത്താ ഹെ ഉസ്കോ ധാരൺ കർ ഉസ് പർ ചലനാ ഹെ. നമുക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു, അതിനെ നമ്മൾ ധാരണ ചെയ്ത് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നടക്കണം. तुम बच्चे जब प्रदर्शनी आदि समझाते हो तो 1000 बार मुख से बाबा बाबा निकालना चाहिए. ബാബ പറയുകയാണ്, നിങ്ങൾ എപ്പോഴാണ് പ്രദർശനികളിലൊക്കെ എക്സിബിഷൻസിലൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത്, അപ്പം ഒന്നല്ല 1000 പ്രാവശ്യം നമ്മുടെ മുഖത്ത് നിന്ന് ബാബ ബാബ എന്ന് ഉണ്ടായിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ. ബാബാക്കോ യാദ് കർനെ സെ തുമാര കിത്നാ ഫായ്ദ ഹോഗ. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ എത്ര ലാഭമാണ് നിങ്ങൾക്കുണ്ടാവുക? शिव बाबा कहते हैं मामेकम याद करो तो विकर्म विनाश होंगे. शिव बाबा को याद करो तो തമോ പ്രധാൻ से സദോ പ്രധാൻ ബൻ जाएंगे. ശിവബാബ പറയുകയാണ്, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മങ്ങളെല്ലാം വിനാശമാകും. ശിവബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ തമോ പ്രധാനത്തിൽ നിന്ന് സദോ പ്രധാനരായി നമ്മൾ മാറും. बाबा कहते हैं मुझे याद करो यह भूलो मत. बाप का डायरेक्शन मिला है मनमना भव. बाप ने कहा है यह बाबा शब्द खूब अच्छी तरह से घोटते रहो. ബാബ പറയുകയാണ്, ബാബയെ മാത്രം ഓർമ്മിക്കൂ, ഇതൊരിക്കലും മറന്നു പോകരുത്. ബാബ നമുക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് നിർദ്ദേശമാണ്? മന്മനാഭവ. ഇപ്പോൾ ബാബ എന്ന് പറഞ്ഞു, ബാബ പറഞ്ഞു, അതായത് ഈ ബാബ എന്നുള്ള ഈ ഒരു ശബ്ദം വളരെ നല്ല രീതിയിൽ ഇങ്ങനെ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. സാരാ ദിൻ ബാബ ബാബ കർത്തേ രഹനാ ചാഹിയേ, ദൂസരി കോയി ബാത് നഹി. മുഴുവൻ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം, വേറെ ഒരു കാര്യവും തന്നെയില്ല. നമ്പർ 1 മുഖ്യ ബാത് ഹി യഹ് ഹെ, പെഹലെ ബാപ് കോ ജാനെ ഇസ്മേ ഭി കല്യാൺ ഹെ. ഏറ്റവും ആദ്യത്തെ, അതായത് മുഖ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആദ്യത്തെ കാര്യം ഇത് തന്നെയാണ്, അതായത് ബാബ എന്നുള്ള കാര്യം. ബാബയെ നമ്മൾ മനസ്സിലാക്കി, ഇതിൽ തന്നെയാണ് നമ്മുടെ മംഗളം കൂടി അടങ്ങിയിട്ടുള്ളത്. यह 84 का चक्र समझना तो बहुत ईजी है. बच्चों को प्रदर्शनी में समझने का बहुत शौक होना चाहिए. अगर कहा देखे हम नहीं समझा सकते हैं तो कह सकते हैं हम अपनी बड़ी बहन को बुलाते हैं क्योंकि यह भी पाठशाला है ना. അപ്പോൾ 84 ജന്മങ്ങളുടെ ചക്രം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കുട്ടികൾ പ്രദർശനിയിൽ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് പ്രദർശനങ്ങളിലൊക്കെ പോയിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ താല്പര്യം ഉണ്ടായിരിക്കണം. ഇനി ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, അതായത് നിങ്ങൾ ഞങ്ങളുടെ വലിയ സഹോദരിയെ കൊണ്ടുവരാം. എന്നിട്ട് ഇതും എന്തുകൊണ്ടാണ്? ഇതും ഒരു പാഠശാല തന്നെയാണല്ലോ. ഇസ്മേം കോയി കം കോയി ജാസ്തി പഠിത്തേ ഹെ. ഇസ് കഹനെ മേ ദേഹാഭിമാൻ നഹി ആനാ ചാഹിയെ. ഇവിടെ എന്ത് ചെയ്യുന്നു? കുറച്ചാൾക്കാർ കുറഞ്ഞ പഠിപ്പ്, ചിലരെന്ത് ചെയ്യും? നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് പറയുന്നതിൽ ദേഹാഭിമാനം ഉണ്ടാകേണ്ട ആവശ്യം കൂടി വരുന്നില്ല. ജഹാം ബഡാ സെൻറ്റർ ഹോ വഹാം പ്രദർശനി ബി ലഗാ ദേനി ചാഹിയെ. എവിടെയാണ് വലിയ സെൻറ്റേഴ്സൊക്കെ ഉള്ളത് അവിടെ എന്ത് ചെയ്യണം? നമ്മൾ പ്രദർശനികൾ, എക്സിബിഷൻസൊക്കെ വയ്ക്കണം. ചിത്ര ലഗാ ഹുവാ ഹോ ഗേറ്റ് വേ ടു ഹെവൻ. അതായത് ഒരു ചിത്രം കൂടി അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കണം, അതായത് സ്വർഗത്തിലേക്കുള്ള വാതിലെന്നതിൽ എഴുതി വച്ചിരിക്കണം. अब स्वर्ग के द्वार खुल रहे हैं. इस होवनहार लड़ाई से पहले ही अपना वर्षा ले लो.
ഇപ്പോൾ സ്വർഗത്തിലേക്കുള്ള ആ ഒരു ഗേറ്റ്, ദ്വാരം, വാതിൽ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ആ വലിയ ഒരു യുദ്ധത്തിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്വത്തെടുക്കണം. ജैसे मंदिर में रोज़ जाना होता है वैसे तुम्हारे पीछे പാഠശാല है. ഇതുപോലെ അമ്പലത്തിൽ എന്ത് ചെയ്യുന്നു? നിങ്ങളെപ്പോഴും പോകുന്നുണ്ട്, അതേപോലെ നിങ്ങളുടെ പിറകെ തന്നെ എന്തുണ്ട്? പാഠശാലയുണ്ട്. ചിത്ര ലഗേ ഹുവേ ഹോങ്കെ തു സംജാനേമേം സഹജോഗ. ചിത്രമൊക്കെ തൂക്കിയിട്ടുണ്ടെങ്കിൽ, ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് എന്താണ്? വളരെ എളുപ്പമായിരിക്കും. കോഷിഷ് കരോ ഹം അപ്നി പാഠശാല കോ ചിത്രശാല കൈസെ ബനായെ. അപ്പോൾ ഇത് പരിശ്രമിക്കുക. അതായത് നമ്മുടെ പാഠശാലയെ നമ്മളെങ്ങനെയാണ് ചിത്രശാലയാക്കി മാറ്റുക, ഇതിൽ നമ്മൾ പരിശ്രമിക്കും. ഭബ്കാ ഭി ഹോഗാ തോ മനുഷ്യ ആയെങ്കി. വൈകുണ്ഠ ജാനെ കാ രാസ്ത ഏക് സെക്കൻഡ് മേം സമജ്നെ കാ രാസ്ത. തിരക്കുണ്ടാകുമ്പോഴെന്താണ്? മനുഷ്യർ ധാരാളം പേര് വന്നുകൊണ്ടിരിക്കും. വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള വഴി ഒരു സെക്കൻഡിൽ മനസ്സിലാക്കുന്ന, അതായത് വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള വഴി നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം. बाप कहते हैं तमो प्रधान तो कोई वैकुंठ में जा न सके. नई दुनिया में जाने लिए सतो प्रधान बनना है. इसमें कुछ भी खर्चा नहीं. ബാബ പറയുകയാണ്, ആർക്കും തമോ പ്രധാന അവസ്ഥയിലൂടെ ഇരുന്നു കൊണ്ട് ആർക്കും അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുകയില്ല. നമ്മൾ ആരായി മാറണം? സതോ പ്രധാനരായിട്ട് മാറണം. ഇതിൽ യാതൊരു ചിലവും കൂടി വരുന്നില്ല, ചിലവൊന്നും വരുന്നില്ല. न कोई मंदिर व चर्च आदि में जाने की दरकार है. याद करते करते പവിത്ര ബൻ സീതാ ചലെ ജായെങ്കിൽ സ്വീറ്റ് ഹോ. ഇതിലേക്ക് വേണ്ടി നമ്മൾ അമ്പലത്തിലോ അഥവാ പള്ളിയിലോ ഒന്നും പോകേണ്ട ആവശ്യമേ വരുന്നില്ല. നമ്മൾ ഓർമ്മിച്ച് എന്താ, നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യും? നമ്മൾ ഡയറക്റ്റായിട്ട് പവിത്രരായി മാറുകയും ചെയ്യും. അവസാനം ഡയറക്റ്റായിട്ട് നമ്മൾ ആ മധുരമായ വീട്ടിലേക്ക് നമ്മൾ പോകും. ഹം ഗ്യാരണ്ടി കർത്തേ ഹേ തും ഇംപ്യൂർ സെ പ്യൂർ കൈസെ ബൻ ജായെങ്കിൽ. ബാബ അവിടെ ഗ്യാരണ്ടി ചെയ്യുകയാണ്. അതായത് നമ്മൾ തന്നെ ഇതാണ് ഗ്യാരണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെങ്ങനെയാണ്, അതായത് അശുദ്ധരിൽ നിന്ന് ശുദ്ധരായിട്ട് മാറുക എന്നത്. ഗോലെ മേം ഗേറ്റ് ബടാ രഹനാ ചാഹിയെ. സ്വർഗ കാ ഗേറ്റ് കൈസെ ഖുൽത്താ ഹെ. സൃഷ്ടിചക്രത്തിൽ ഗേറ്റ് വളരെ വലുതാക്കി തന്നെ കാണിക്കണം. അതായത് എങ്ങനെയാണ് സ്വർഗത്തിൻ്റെ ഗേറ്റ്, സ്വർഗത്തിലേക്കുള്ള ഗേറ്റ് എങ്ങനെയാണ് തുറക്കപ്പെടുക എന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിരിക്കണം, സ്പഷ്ടമായിരിക്കണം. कितना क्लियर है? नरक का गेट बंद होना है. स्वर्ग में नरक का नाम नहीं होता है. നരകത്തിൻ്റെ ഗേറ്റ് അവിടെ എന്ത് ചെയ്യണം? നമ്മൾ അടയ്ക്കണം. സ്വർഗത്തിൽ നരകത്തിൻ്റെ പേര് കൂടി വരുന്നില്ല. കൃഷ്ണको कितना याद करते हैं परंतु यह किसको मालूम नहीं पड़ता कि वह कब आते हैं कुछ भी नहीं जानते. കൃഷ്ണനെ എത്ര പേരാണ് ഓർമ്മിക്കുന്നത്? ഇത്ര നല്ല രീതിയിലൊക്കെ ഓർമ്മിക്കുന്നു. പക്ഷെ അവർക്ക് ആർക്കെങ്കിലും അറിയോ? അതായത് അവരെപ്പോഴാണ് വരുന്നത്? ഇതൊന്നും അവർക്ക് അറിയുകയില്ല. बाप को ही नहीं जानते हैं. भगवान हमको फिर से राजयोग सिखलाते हैं. यह याद रहे तो भी कितनी खुशी होगी. ബാബ എന്ത് ചെയ്യുന്നു? ഭഗവാൻ നമ്മളെ വീണ്ടും രാജയോഗം പഠിപ്പിച്ചു തരികയാണ്. അതായത് ഇത് ഓർമ്മയിലുണ്ടായിരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം സന്തോഷം കൂടി ഉണ്ടാകുന്നു. ബാബയെ തന്നെ ആർക്കും അറിയുന്നില്ല, ആരും അറിയുന്നില്ല. यह भी खुशी रहे हम गॉड फादरली स्टूडेंट है. यह भूलना क्यों चाहिए. അപ്പോൾ നമ്മൾ ഇതും കൂടി, ഈ ഒരു സന്തോഷം കൂടി നമുക്കുണ്ടായിരിക്കണം. അതായത് നമ്മൾ ആരാണ്? ഈശ്വര പിതാവിൻ്റെ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് ബാബ പറയുകയാണ്, നമ്മൾ ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും തന്നെ മറന്നു പോകരുത്. अच्छा मीठे मीठे सिकीलते बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. धारणा के लिए मुख्य सार. ഒന്നാമത്തെ പോയിന്റ്, सारा दिन मुख से बाबा बाबा निकलता रहे. कम से कम प्रदर्शनी आदि समझाते समय मुख से 1000 बार बाबा बाबा निकले. മുഴുവൻ ദിവസവും മുഖത്തിലൂടെ ബാബ ബാബ എന്ന് വരണം, പുറപ്പെടണം. മുഴുവൻ ദിവസവും മുഖത്തിലൂടെ ബാബ ബാബ എന്ന് വരണം.
പ്രദർശനികളിലൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞത് 1000 പ്രാവശ്യം ബാബ ബാബ എന്ന് വരണം. ഏറ്റവും കുറഞ്ഞത് 1000 പ്രാവശ്യം ബാബ ബാബ എന്ന് വരണം, വന്നുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, इन आँखों से सब कुछ देखते हुए एक बाप की याद रहो. आपस में बात करते हुए तीसरे नेत्र द्वारा आत्मा को और आत्मा के बाप को देखने का अभ्यास करना है. ഈ കണ്ണുകൾ കൊണ്ട് സർവസ്വവും നോക്കിക്കൊണ്ടും ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കണം. ഈ കണ്ണുകൾ കൊണ്ട് സർവസ്വവും കണ്ടുകൊണ്ടും നോക്കിക്കൊണ്ടും നമ്മളൊരു ബാബയുടെ ഓർമ്മയിലിരിക്കണം. आपस में बात करते हुए तीसरे नेत्र द्वारा आत्मा को और आत्मा के बाप को देखने का अभ्यास करना है. പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും എന്തു ചെയ്യണം? മൂന്നാമത്തെ നേത്രത്തിലൂടെ ആത്മാവിനെയും ആത്മാവിൻ്റെ അച്ഛനെയും കാണാനുള്ള അഭ്യാസം ചെയ്യണം. പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ആത്മാവിനെയും ആത്മാവിൻ്റെ അച്ഛനെയും കാണാനുള്ള അഭ്യാസം ചെയ്യണം. ഇപ്പോൾ പ്രദർശനികളൊക്കെ വയ്ക്കുന്ന സമയത്ത് ബാബ പറഞ്ഞു, ഏറ്റവും കുറഞ്ഞതൊരു 1000 പ്രാവശ്യമെങ്കിലും നമ്മുടെ മുഖത്ത് നിന്ന് ഈ ഒരു ശബ്ദം വന്നുകൊണ്ടിരിക്കണം. ബാബ ബാബ എന്നുള്ള ശബ്ദം വന്നുകൊണ്ടിരിക്കണം. നീ പരസ്പരം സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മളെന്ത് ചെയ്യണം? ആത്മാവിനെയും ആത്മാവിൻ്റെ അച്ഛനെയും നോക്കാനുള്ള അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കണം. वरदान, हर सेकंड और संकल्प को अमूल्य रीति से व्यतीत करने वाले अमूल्य रत्न भव. ഓരോ സെക്കൻഡും ഓരോ സങ്കല്പവും, ഓരോ സെക്കൻഡിലും ഓരോ സങ്കല്പത്തിലും ഓരോ സെക്കൻഡും ഓരോ സങ്കല്പവും അമൂല്യ രീതിയിൽ ചെലവഴിക്കുന്ന, ഓരോ സെക്കൻഡും ഓരോ സങ്കല്പവും അമൂല്യ രീതിയിൽ ചെലവഴിക്കുന്ന അമൂല്യ രത്നമായി ഭവിക്കട്ടെ. അമൂല്യ രത്നമായി ഭവിക്കട്ടെ. ഓരോ സെക്കൻഡും ഓരോ സങ്കല്പവും എങ്ങനെ നമ്മൾ ചെലവഴിക്കണം? വളരെ അമൂല്യമായ രീതിയിൽ ചെലവഴിക്കുക. അങ്ങനെ ചെലവഴിക്കുന്ന അമൂല്യ രത്നമായി മാറാനാണ് ബാബ പറയുന്നത്. സംഗം യുഗ് के 1 सेकंड की भी बहुत बड़ी वैल्यू है. സംഗമയുഗത്തിലെ ഒരു സെക്കൻഡിനും കൂടി വലിയ വിലയുണ്ട്. സംഗമയുഗത്തിലെ ഒരു സെക്കൻഡിന് കൂടി വളരെ വിലയുണ്ട്. जैसे 1 का लाख गुना बनता है, वैसे यदि 1 सेकंड भी व्यर्थ जाता है तो लाख गुना व्यर्थ जाता है. ഏതുപോലെ ഒന്നിന് ലക്ഷക്കണക്കിന് മടങ്ങ് ഉണ്ടാകുന്നു, അതേപോലെ ഒരു സെക്കൻഡ് കൂടി വ്യർത്ഥമായി പോവുകയാണെങ്കിൽ ലക്ഷം മടങ്ങ് വ്യർത്ഥമായി തീരുന്നു. ഇത് ഒന്നിന് ലക്ഷം മടങ്ങുണ്ടാവുന്നത് പോലെ ഒരു സെക്കൻഡ് കൂടി നമ്മൾ വ്യർത്ഥമാക്കി കളയുകയാണെങ്കിൽ, ഒരു സെക്കൻഡ് കൂടി വ്യർത്ഥമാക്കി കളയുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് മടങ്ങ് വ്യർത്ഥമായി തീരുന്നു. इसलिए इतना अटेंशन रखो तो अलबेलेपन समाप्त हो जाएगा. അതുകൊണ്ട് അത്രയും ശ്രദ്ധ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടിക്കളിയൊക്കെ മാറിപ്പോകും. അത്രയും ശ്രദ്ധ വയ്ക്കുകയാണെങ്കിൽ കുട്ടിക്കളി മാറും.
अभी तो कोई हिसाब लेने वाला नहीं है, लेकिन थोड़े समय के बाद पश्चाताप होगा क्योंकि इस समय की बहुत വാല്യൂ है. ഇപ്പോൾ കണക്കെടുക്കാൻ ആരുമില്ല, കണക്കെടുക്കുന്നവരായിട്ട് ആരുമില്ല, ഇപ്പോൾ കണക്കെടുക്കുന്നവരായിട്ട് ആരുമില്ല. പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം, കുറച്ച് സമയമൊക്കെ കഴിഞ്ഞാൽ പശ്ചാത്താപമുണ്ടാകും. കാരണം ഈ സമയത്തിന് വളരെ വിലയുണ്ട്. കാരണം ഈ സമയത്തിന്, അതായത് ഈ സംഗമയുഗത്തിലെ ഈ സമയത്തിന് വളരെ വിലയുണ്ട്. जो अपने हर सेकंड हर संकल्प को अमूल्य रीति से व्यतीत करते हैं वही अमूल्य रत्न बनते हैं. ആരാണോ സ്വയമിൻ്റെ ഓരോ സെക്കൻഡും ഓരോ സങ്കല്പവും, ആരാണ് സ്വയമിൻ്റെ ഓരോ സെക്കൻഡും ഓരോ സങ്കല്പവും അമൂല്യ രീതിയിൽ ചെലവഴിക്കുന്നത് അവരാണ് അമൂല്യ രത്നമായി മാറുക. ആരാണ് തങ്ങളുടെ ഓരോ സെക്കൻഡും ഓരോ സമയവും സങ്കല്പവും അമൂല്യമായി ചെലവഴിക്കുന്നത് അവരാണ് അമൂല്യ രത്നമായിട്ട് മാറുക. അപ്പം സംഗമയുഗത്തിലെ ഓരോ സെക്കൻഡ് ഓരോ സമയം ഒക്കെ എന്താണ്, വളരെ വലുതാണ്. സങ്കല്പം എന്തായിരിക്കണം, വളരെ ശ്രേഷ്ഠമായിരിക്കണം. അതായത് ഓരോ തുള്ളി കൂടുമ്പോഴെന്താണ്, അത് ലക്ഷക്കണക്കിന് വലുതായിട്ട് മാറുന്നു, അത്രയും 10 മടങ്ങ് വർദ്ധിക്കുന്നു. അതുപോലെയാണ് ഓരോ വ്യർത്ഥ സങ്കല്പങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ വരുമ്പോൾ എന്താണ്, അതും ലക്ഷക്കണക്കിന് മടങ്ങ്, അത്രയും 10 മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളതിൽ വളരെയധികം ശ്രദ്ധ വയ്ക്കണം. स्लोगन. जो सदा योगयुक्त है वो सहयोग का अनुभव करते विजयी बन जाते हैं. ആരാണ് സദാ യോഗയുക്തരായിരിക്കുന്നത്, ആരാണ് സദാ യോഗയുക്തരായിരിക്കുന്നത്, അവർ സഹയോഗത്തിൻ്റെ അനുഭവം ചെയ്തുകൊണ്ടും വിജയികളായി മാറുന്നു. ആരാണ് സദാ യോഗയുക്തരായിരിക്കുന്നത്, അവർ സഹയോഗത്തിൻ്റെ അനുഭവം ചെയ്തുകൊണ്ട് വിജയികളായി മാറുന്നു. अव्यक्त इशारे. आत्मिक स्थिति में रहने का अभ्यास करो, अंतर्मुखी बनो. ആത്മീയ സ്ഥിതിയിൽ ഇരിക്കുന്ന അഭ്യാസം ചെയ്യൂ, അന്തർമുഖിയായി തീരൂ. आत्मा शब्द स्मृति में आने से ही रूहानियत के साथ साथ शुभ भावना भी आ जाती है. ആത്മാവ് എന്ന ശബ്ദം സ്മൃതിയിൽ വരുന്നതിലൂടെ, ആത്മാവ് എന്ന ശബ്ദം സ്മൃതിയിൽ വരുന്നതിലൂടെ ആത്മീയതയുടെ കൂടെ തന്നെ ശുഭഭാവനയും കൂടി വരുന്നു. ആത്മാവ് എന്ന ശബ്ദം വരുന്നതിലൂടെ എന്ത് വരുന്നു, ആത്മീയതയുടെ കൂടെ തന്നെ ശുഭഭാവന എന്നുള്ള ശബ്ദം കൂടി വരുന്നുണ്ട്. പവിത്ര ദൃഷ്ടി ഹോ ജാത്തി ഹെ, പവിത്ര ദൃഷ്ടിയായി മാറുന്നു. ചാഹെ ഫൽ കോയി ഗാലി ഭി ദേ രഹാ ഹോ, लेकिन यह स्मृति रहे कि यह आत्मा तमोगुणी पार्ट बजा रही है, तो उससे नफरत नहीं करेंगे, उसके प्रति भी शुभ भावना बनी रहेगी. ഒരു പക്ഷേ ആരെങ്കിലും നമ്മളെ നിന്ദിക്കുകയാണെങ്കിൽ കൂടി നമ്മളെന്താണ്, ഈ സ്മൃതി നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതായത് ആത്മാവ് തമോ ഗുണിയായിട്ടുള്ള ഒരു പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രതി നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും നമ്മൾ വെറുപ്പ് എന്നുള്ള ഒരു ഘൃണാഭാവമൊന്നും നമ്മൾ വെക്കാൻ പാടുകയില്ല. അവരുടെ പ്രതി നമ്മൾ എപ്പോഴും ഏത് ഭാവമുണ്ടായിരിക്കണം, വെക്കണം, നമ്മൾ ശുഭഭാവന വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആത്മാവെന്ന ശബ്ദം കേൾക്കുന്നതിലൂടെ, അത് വരുന്നതിലൂടെ ആത്മീയതയോട് ഒപ്പം തന്നെ എന്താ വരുന്നു, ശുഭഭാവനയും കൂടി വരുന്നു. അപ്പോൾ ആര് നമ്മളെ നിന്ദിച്ചാലും ശരി, ഇപ്പോൾ ഉപദ്രവം ഉണ്ടാക്കുന്നതാണെങ്കിലും ശരി, എന്ത് ചെയ്യണം, നമ്മളെന്ത് ചെയ്യണം, എപ്പോഴും അവരുടെ മേലെ നമ്മൾ ശുഭഭാവന വെച്ചുകൊണ്ടിരിക്കണം. ആ ആത്മാവ് ഒരു തമോ ഗുണി പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന സ്മൃതിയിൽ ഉണ്ടായിരിക്കണം. ശുഭഭാവന നിരന്തരം വയ്ക്കണം. ഓം ശാന്തി. അപ്പോൾ ബാബ എന്ത്
ആണെന്ന് പറഞ്ഞത്. അതായത് സ്വയമിൻ്റെ ഉന്നതിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണം, ദിവസവും നമ്മൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് ചാർട്ട് വെച്ചുകൊണ്ടിരിക്കണം. അതായത് ഞാൻ ഒരിക്കലും മറ്റുള്ളവർക്കൊന്നും ദുഃഖം കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളത് സ്മൃതി ഉണ്ടായിരിക്കണം. ബാബയെന്ന് ചോദിച്ചിരുന്നു, അതായത് മഹാൻ സൗഭാഗ്യശാലി കുട്ടികൾക്ക് ഏത് ധീരതയാണ് ഉണ്ടായിരിക്കുക, ഏത് ധൈര്യമാണ് അവർ വയ്ക്കുക എന്നത്. അതായത് സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചിരിക്കുകയാണെങ്കിലും എന്താണ്, അവർ പരസ്പരം സഹോദരന്മാരാണ് എന്ന് കരുതിയിട്ടാണ് അവർ മുന്നോട്ട് ജീവിതം നയിക്കുക. അതുപോലെ തന്നെ അവരിൽ സ്ത്രീ പുരുഷ ബോധമുണ്ടായിരിക്കുകയില്ല, ഉറച്ചവരായിരിക്കും അവർ, അത്രയും വലിയ ഒരു നിശ്ചയബുദ്ധി ഉണ്ടായിരിക്കും. അവർ ഇത് മനസ്സിലാക്കും, അതായത് ഞങ്ങൾ വിദ്യാർത്ഥികളാണ്, താങ്കളും വിദ്യാർത്ഥികളാണ്, നമ്മൾ പരസ്പരം ആരായി മാറുന്നു, സഹോദരന്മാരായിട്ട് മാറുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ ബാബ പറയുന്നുണ്ട്, അതായത് ഈ ഒരു ധൈര്യം എപ്പോഴാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക, എപ്പോഴാണ് സ്വയമിനെ ആത്മാവാണെന്ന് മനസ്സിലാക്കുക, അപ്പോഴാണ് ഈ ധൈര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി സാധിക്കുക. ഓം ശാന്തി. भाग्यवान हम, भगवान हमसे मिलने आते। कितने भाग्यवान हम, भगवान हमसे मिलने आते। अपने जैसा हमको बनाने, अपने जैसा हमको बनाने मीठी मुरली रोज सुनाते। कितने भाग्यवान हम, भगवान हमसे मिलने आते। अनजान थे, अज्ञानी थे, फिर भी था हमें बड़ा अभिमान। पहचान दिया कौन है हम, देकर आदि अंत का ज्ञान। कर्मों को सुकर्म बनाने, कर्मों को सुकर्म बनाने शुभ सोचना हमको सिखाते। कितने भाग्यवान हम, भगवान हमसे मिलने आते। हम बच्चों के खातिर परम धाम को छोड़कर, हाँ हम बच्चों के खातिर परम धाम को छोड़कर शक्ति सिद्धि लुटाते। मधुबन में वो आकर
ऐसा प्यारा पिता हमारा, ऐसा प्यारा पिता हमारा। वाह बच्चे वाह गीत गाते, कितने भाग्यवान हम, भगवान हमसे मिलने आते। भोलेनाथ बन प्यार लुटा।